ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിതേ കുറച്ച് കാന്താരിമുളക് പറിക്കാനായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നാട്ടോ. കാന്താരിമുളക് എന്തിനാണെന്ന് വെച്ചാൽ ചക്ക വേവിക്കണം, ചക്കക്കുരു മാങ്ങയും ചാറ് വെക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമായിട്ട് പറയാം, എൻ്റെ പേര് അൽഫോൻസ, മില എന്ന് വിളിക്കും. ഹസ്ബൻഡിൻ്റെ പേര് നോബൻ. ഒരു മോനുണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ഒരാൾ വിചാരിച്ചില്ല ഞാൻ സിംഗിളാണ് ഉണ്ടായി വരുന്നതുണ്ടോ. അപ്പം സിംഗിളാണെന്ന് ഇനി ആരും വിചാരിക്കരുത്. വർഷം 4 നമ്മൾ ഫാമിലി ആയിട്ടുള്ള ബ്ലോഗ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ സിംഗിളാണോ എന്ന് ചോദിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല കേട്ടോ. അതവരുടെ കാന്താരിമുളക്. പിന്നെ ഞാൻ മുമ്പേ കാണിച്ചൊരു മത്തനാട് ഒരു നന്നായിട്ട് വള്ളിയിട്ട് നല്ല രീതിക്ക് പടർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി കായ്ക്കുമെന്ന് നോക്കട്ടെ കേട്ടോ. കായ്ക്കുമെങ്കിൽ ഇനി അടുത്ത് നമുക്ക് എപ്പോഴേലൊക്കെ കാണിക്കാം. എന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ തന്നെ കായ്ച്ചിട്ടുണ്ട് അത്. പക്ഷേ ഈ എല്ലാ വർഷവും ഇങ്ങനെ മുറ്റത്തൂടെ ഇങ്ങനെ ഈ മത്തൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് പടരും, എന്നിട്ട് ഉണങ്ങിപ്പോവേ. ഞാൻ അമ്പതേട്ടൻ എനിക്ക് വെട്ടി തന്നു. അപ്പോൾ ചക്ക അമ്പതേട്ടൻ വെട്ടി തന്നു. ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനാട്ടോ അരിഞ്ഞത്. ഞാൻ വോയിസ് ഓവർ ഇടണ്ടെന്ന് വിചാരിച്ചു. വോയിസ് നമ്മൾ പല കാന്താരിമുളക് ചേർത്ത് നല്ല നേരിട്ട് വോയിസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ തേങ്ങ ചക്കത്തിൽ പാട്ടങ്ങ് അതോടുകൂടി വോയിസ് ഓവർ അല്ല, എൻ്റെ നമ്മുടെ അപ്പൊക്കെയുള്ള ആ വോയിസ് ഓഫ് ചെയ്യേണ്ട വന്നു. ചക്കയ്ക്ക് മുളക് അരച്ചു. ഞാൻ അതും കൂടെ പിന്നെ ഇതേ ചക്കയ്ക്ക് എടുത്ത് വെച്ച് തേങ്ങ അരച്ച് വെച്ചു ഒഴിക്കാൻ പോണേ. അരച്ച് ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് നട ഉദ്ദേശിച്ചത്. അപ്പം പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു ചാറ് നമ്മുടെ അരപ്പും കൂടെ ഇട്ട് നമ്മൾ ഒരു വിസിലടിപ്പിക്കുക. കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അതും എടുക്കാം. കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക അരപ്പെല്ലാം നോക്കിയപ്പോഴാണ് മേശ വിസിലടിക്കണം. നവമ്പേട്ടൻ മേശ തുടച്ച് തരും. പക്ഷേ നമ്മൾ ഒരു കാര്യം ചിലർക്ക് പറ്റത്തില്ലായിരിക്കും. അപ്പം പിന്നെ നമ്മൾ തന്നെ അങ്ങ് ചെയ്യുക. അപ്പം വീട്ടിലെ ആൾക്കാർ വിചാരിച്ച് നമ്മൾ ഒരു പണിയും ചെയ്യില്ല, മടിയന്മാരാന്നൊക്കെ വിചാരിക്കുന്നവർ കാണട്ടെ. മടിയന്മാരാണോ? അല്ല. അപ്പോഴത്തെ മേശയും ചോറും ക്യാബേജ് തോരനും. കഴിഞ്ഞ ദിവസം ഞാൻ പേരയൊക്കെ തുടച്ച് അടിച്ചു വാരി എല്ലാം ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. അതെല്ലാം ഞാൻ വെക്കാനുണ്ടായിരുന്നു കുറച്ച്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് ചൂടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പം അതുകൊണ്ട് ഇന്ന് ഉച്ചക്കത്തേക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. ഇനി ചക്കയും പുഴുങ്ങി ചക്കക്കുരു മാങ്ങയും കറി വെക്കണം കേട്ടോ. പിന്നെ കറികൾ പോയി നല്ല അത്യാവശ്യം വലിയ 7-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയ മേശ കേട്ടോ. പിന്നെ അതിൻ്റെ കസേരകളൊക്കെ കുഷീനൊക്കെ അപ്പടി മുഷിഞ്ഞു. അതുകൊണ്ട് കസേരകളൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ അതിലേക്ക് ഷീറ്റൊക്കെ അടിച്ചിട്ട് നോക്കി, പക്ഷേ അതൊന്നും ശരിയാവത്തില്ല. നമ്മുടെ കസേരകൾ പറഞ്ഞിട്ടുണ്ട് ഒരാളോട്. അതെല്ലാം മാറ്റണം. കുറേ പിന്നെ സെറ്റ് മേടിച്ചിട്ടില്ല, ഒക്കെ മേടിക്കണം. നമുക്ക് സെറ്റ് മേടിക്കണം എന്നുണ്ട്. അപ്പം പിന്നെ മേടിക്കാൻ പറഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചിലപ്പം മേടിക്കാൻ എല്ലാം ശരിയാവുമായിരിക്കും. കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ട്. ഇത് നമ്മുടെ ചക്കക്കുരു വാങ്ങിക്കുള്ള അരിപ്പ് ഞാനിവിടെ. പിന്നെ ഞാൻ കമ്മൽ ഊരി വെച്ചേക്കോട്ടെ. കമ്മലിൻ്റെ 5 രൂപയുടെ ഒരു മാങ്ങയാണ്. ടൈറ്റാവാത്തതുകൊണ്ട് ഞാൻ ഊരി വെച്ചേക്കുവാണേ. അപ്പം സേഫായിട്ട് ഇരിപ്പുണ്ട്. അന്നേരം എപ്പോഴും കമ്മലിടാൻ പറ്റത്തില്ല, കാരണം കാത് ചൊറിയാവും. എല്ലായിടത്തും പോകുന്നിടത്ത് മാത്രമേ കമ്മലിടാറുള്ളൂ. കമ്മലില്ലാന്നൊന്നും ആരും വിചാരിക്കരുത്. വിസിലടിക്കുന്നില്ല. വിസിലൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കുക്കർ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം സേഫായിട്ട് ലോക്കറിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ബാങ്കിൽ. ഒഴിച്ചതിന് ശേഷം
അപ്പോൾ ഇതേ കുക്കർ തുറക്കുന്ന കേട്ടോ. കുക്കർ തുറക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഐഡിയാണ് ചെരിച്ച് വെക്കുക കുക്കർ, ഏത് കുക്കറാണെങ്കിലും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, വളരെ കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിക്കുക മിനിമം. എന്നിട്ട് നമ്മൾ ആ പിടിയില്ലേ, കുക്കറിൻ്റെ പിടിയിൽ ശരിക്കും ടൈറ്റ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ വെയിറ്റ് എടുത്ത് ആ കുക്കറിൻ്റെ വിസിൽ അടിക്കുന്ന സംഭവം എടുത്ത് പതുക്കെ മാറ്റി കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ അടപ്പയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് തുറക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേഗം എയർ നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്നതായിരിക്കും. വാഷ് ബേസിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുക, എടുത്ത് മാറ്റുക. എന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് വാഷ് ബേസിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി നിന്നതിന് ശേഷം വേണം കേട്ടോ. കാരണം ഒരു തവണ നമ്മുടെ വീട്ടിൽ ചെറിയൊരു അപകടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതായിരുന്നു. അവതയുടെ വന്ന് വെയിറ്റോട് കൂടി കുക്കർ തുറന്ന് അവിടെ കൊണ്ട് അവിയിൽ വെച്ചതായിരുന്നു പണ്ട്. തുറക്കരുതെന്ന് പറയുന്നതിന് മുന്നേ ആൾ വന്ന് തുറക്കുകയും ചെയ്തു. അവിയിൽ ജനലിൻ്റെ അകത്തൂടെ അപ്പുറത്തേക്ക് ചാടാൻ വാടക വീട്ടിൽ താമസിച്ചിരുന്നപ്പോഴാണോ എല്ലാ വലിയ അപകടത്തിൽ നിന്ന് നവംബറിൽ രക്ഷപ്പെട്ടതാണ്. അത്യാവശ്യം കുറേ ഒരു 2 കിലോയുടെ ഒരു അത്യാവശ്യം ഒരുപാട് ചക്കയൊക്കെ അവിയിലുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ ഒരു സൈസ് അവിയിൽ ഭയങ്കര ഇഷ്ടമാണ് വെച്ച് അത് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് അമ്മ പറഞ്ഞു കരിയാപ്പിൽ പോലും വെച്ചിട്ടാണ് നമ്മുടെ ചക്ക നന്നായിട്ട് ചക്കപ്പൊടിക്ക് ഇളക്കുക. ആദ്യം നല്ല ഫോണിലേക്ക് വരുന്നതുകൊണ്ടാണ് ഒട്ടുപോലെ വെന്ത് കാണാൻ പറ്റുന്ന കരിയാപ്പിൻ്റെ. അങ്ങനെ മരമൊന്നും ഇവിടെ മുറിക്കുന്നില്ലല്ലോ ആരും. മുറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മുറിക്കാറില്ല. നമ്മളൊരു ചെറിയ ഫോൺ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഞാൻ പറയാട്ടോ, നമ്മൾ ചെറിയ ഫോൺ വെച്ചിട്ട് അപ്പോൾ ക്ലാരിറ്റി കുറവ്, സൗണ്ടിന് അങ്ങനെ പല രീതിയിലുള്ള കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പുള്ളി എന്തുടഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ക്ഷമിച്ചേക്കണം. ക്യാമറയിലേക്ക് ആവി പോയി. ഇനി നമുക്ക് 1 സ്പൂൺ, ഞാൻ അളക്കുന്നില്ല, പക്ഷേ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവേ. അപ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആ ചക്കപ്പുഴുക്കിലേക്ക് ഒഴിച്ചു. നിങ്ങൾക്ക് ഒഴിക്കാൻ താല്പര്യം ഒഴിക്കേണ്ട കേട്ടോ, ഞങ്ങൾ ഒഴിക്കാറുണ്ട്. കറക്റ്റ് 2 പേർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടുക്കിക്കാർക്ക് മാത്രമല്ല ചക്കപ്പുഴുക്ക് ഇഷ്ടമുള്ള നാട്ടുകാർ കഴിക്കുന്നു. ചക്കപ്പുഴുക്ക് റെഡി. ചക്കപ്പുഴുക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. കഴുകിയില്ലെന്ന് പറഞ്ഞാൽ കുറ്റം പറയില്ല. ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയ മാറ്റിയ പാത്രമാണ് ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആ കുക്കറിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം ഞാൻ അതിൻ്റെ അകത്തേക്ക് കഴുകാനൊന്നുമില്ല കേട്ടോ. അതേ പാത്രം എടുക്കണ്ടേ ഒന്ന് വേവിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ ചക്കക്കുരും മാങ്ങ, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയിട്ട് വീണ്ടും 2-3 വിസിലടുപ്പിച്ചു. വിസിലടുപ്പിച്ചിട്ട് നമ്മുടെ കുറച്ച് മുളക് പൊടി ഇടാറ്. നമ്മൾ ഓൾറെഡി മുളക് അരക്കുന്നുള്ളതുകൊണ്ട് ഞാൻ കടുക് പൊടിച്ചിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി ഇട്ടേ. ചക്കക്കുരു മാങ്ങ റെഡിയാക്കി. ചോറ്, ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക് നമ്മളുണ്ടാക്കിയ ചക്കപ്പുഴുക്കുണ്ട്, ചിക്കൻ കറി ഇച്ചിരി ഉണ്ട്, ക്യാബേജ് തോരനുണ്ട്, പിന്നെ ബീട്രൂട്ടില്ല ക്യാബേജ്. നമ്മുടെ ചക്കക്കുരു മാങ്ങ റെഡി. ഒരു മാങ്ങ കറി ഉണ്ട്. ഇനിയിപ്പം വൈകുന്നേരത്തേക്ക് എനിക്കൊന്നും ചെയ്യേണ്ടെന്ന്. ഇനിയിപ്പോൾ എനിക്ക് സാമിനെ വന്ന് പഠിപ്പിക്കണം. സാമു വരുമ്പം അവരെ പഠിപ്പിക്കണം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഉണ്ട്, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരാൾ ചോറ് എടുക്കുന്നുണ്ടല്ലോ, ചക്കപ്പുഴുക്ക് അതുകൊണ്ടാണ് ആദ്യം നല്ല ചക്കപ്പുഴുക്ക് എടുക്കുക. കഴിച്ചതിന് ശേഷം ചോറ് വളരെ കുറച്ച് ഡയറ്റിങ്ങിലെ പുള്ളി ചോറ് വളരെ കുറച്ച് കഴിക്കാറുള്ളൂ കേട്ടോ. ഒരു കഴിഞ്ഞിട്ട് ഡയറ്റിങ് പറഞ്ഞേക്കോ വണ്ണം കാരണം ആണോ? ചക്കക്കുരുവിനരിച്ചിട്ട് 100 ഒന്നും അല്ലടാ, നന്നായിട്ട് മൂത്തിട്ടില്ല. ഒരു പ്ലേറ്റ് ചക്കപ്പുഴുക്ക് ഇന്നുകൊണ്ടാണേ. ഇച്ചിരി എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണണം കേട്ടോ. വലിയ മൂത്ത ചക്ക എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ. കറിക്കുന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നോമതരം പറഞ്ഞു. ഞങ്ങൾ ചോറുണ്ട് കേട്ടെ. ഞങ്ങൾ 2 കൂടി ചോറുണ്ടു.